നമസ്കാരം ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ട്രാവമുണ്ട എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത്. അപ്പോൾ നമ്മളിന്ന് ട്രാവമുണ്ടെന്ന് ട്രെല്ലിപ്പുറക്ക് ഫെറി കയറാനായിട്ട് നിൽക്കുകയാണ്, സ്വീഡനിലേക്കുള്ള ഫെറി. ഇത് പിന്നെ ട്രാവമുണ്ട ഫെറി പോർട്ടാണ്. ഇവിടെ നിന്നാണ് സ്കാൻഡിനേവിയൻ കൺട്രീസിലേക്കുള്ള ഒരുപാട് സർവീസുകൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പോകാനുള്ളത് ട്രാവമുണ്ടെന്ന് നമ്മുടെ ട്രെല്ലിപ്പുറക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഏകദേശം 9.25 മണിക്കൂർ 10 മണിക്കൂറിനടുത്ത് ഡ്യൂറേഷനുള്ള ഫെറിയാണ് നമ്മൾ കയറാൻ പോണേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഫെറിയിൽ ചെക്ക് ഇൻ ചെയ്യാം. ഇതാണ് ഫെറിയുടെ മറ്റേ ഓഫീസ്. അവിടെ ചെന്ന് നമുക്കിത് ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വന്നാൽ ആദ്യം ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ട്രക്ക് മാത്രമാണോ അതോ ട്രക്ക് ആൻഡ് ട്രെയിലറാണോ എന്നുള്ളത് സെലക്ട് ചെയ്യണം. പിന്നെ റെഫറൻസ് നമ്പറിന് പകരം നമുക്ക് നമ്മുടെ ട്രക്കിൻ്റെ നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ ട്രക്കിൻ്റെ നമ്പർ അടിച്ചിട്ട് വേണം നമ്മളത് സെലക്ട് ചെയ്യാനായിട്ട്, ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ബുക്കിംഗ്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വരും. അപ്പോൾ നമ്മൾ ADR ആണ് ഫെറി ബുക്ക് ചെയ്തേക്കണം, അതൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ നമ്മൾ ട്രെയിലർ നമ്പർ, അതായത് രണ്ടാമത്തെ ലൈസൻസ് പ്ലേറ്റ് നമ്പറായിട്ട് ട്രെയിലർ നമ്പർ കൂടി അടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ പേര് ചോദിക്കും, അത് അടിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ കാർഗോ എന്താണെന്ന് കൂടി ഉള്ളത് നോക്കണം. അപ്പോൾ എൻ്റെ ജനറൽ കാർഗോ ആണ്. അപ്പോൾ ഞാൻ ജനറൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുക, നമ്മുടെ ഫോൺ നമ്പർ അതുപോലെ മെയിൽ ID. നമ്മുടെ പാസ്പോർട്ടും കൂടി സ്കാൻ ചെയ്യണം. പാസ്പോർട്ട് സ്കാൻ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷനും എല്ലാം ഓക്കെ അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫെറിയുടെ ടിക്കറ്റ് വരും മെഷീനകത്ത്. പക്ഷേ ഇത് ADR ഫെറി ആയ കാരണം നമ്മളിനി ഈ ടിക്കറ്റും കൊണ്ടിട്ട് നമ്മൾ കൗണ്ടറിലും കൂടെ ഒന്ന് ചെക്ക് ഇൻ ചെയ്യണം. അപ്പോഴാണ് അവർ നമ്മുടെ പേപ്പേഴ്സ് ചെക്ക് ചെയ്യുക. അപ്പം നമുക്കിന്ന് കൊണ്ടുപോകാനുള്ളത് ADR ലോഡാണ്. അപ്പോൾ ചെക്കിങ് കഴിഞ്ഞ് ചെക്ക് ഇൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ നമുക്ക് വണ്ടിയിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറും ADRൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ADR ഡേഞ്ചറസ് ഗുഡ്സ് ഓടിക്കുമ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് അവിടെ ഓഫീസിൽ നിന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം, നമ്മൾ കമ്പ്യൂട്ടറിൽ അടിച്ചത് കൂടാണ്ട്. അപ്പോൾ അത് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ വണ്ടിയിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറും പ്ലേസ് ചെയ്യാനുള്ള ഈ ബോർഡൊക്കെ കിട്ടും. ഇനി നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു കാർഡും കൂടി കിട്ടും. അപ്പോൾ ആ കാർഡ് ഞാൻ വണ്ടി ചെന്നിട്ട് കാണിക്കാം. പുറത്ത് നല്ല കാറ്റുണ്ട്, വണ്ടി ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പം നമുക്കിന്ന് കൊണ്ടുപോകാനുള്ളത് ADR ലോഡാണ്. അപ്പോൾ ചെക്കിങ് കഴിഞ്ഞ് ചെക്ക് ഇൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ നമുക്ക് വണ്ടിയിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറും ADRൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ADR ഡേഞ്ചറസ് ഗുഡ്സ് ഓടിക്കുമ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് അവിടെ ഓഫീസിൽ നിന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം, നമ്മൾ കമ്പ്യൂട്ടറിൽ അടിച്ചത് കൂടാണ്ട്. അപ്പോൾ അത് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ വണ്ടിയിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറും പ്ലേസ് ചെയ്യാനുള്ള ഈ ബോർഡൊക്കെ കിട്ടും. ഇനി നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു കാർഡും കൂടി കിട്ടും. അപ്പോൾ ആ കാർഡ് ഞാൻ വണ്ടി ചെന്നിട്ട് കാണിക്കാം. പുറത്ത് നല്ല കാറ്റുണ്ട്, വണ്ടി ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി ADR ടേബിൾ ഓപ്പണാണ്. ഇപ്പോൾ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ സൈഡിൽ ഇടണം. സൈഡിൽ അപ്പോൾ നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സൈഡിൽ കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി 2 ADRൻ്റെ ബോർഡ്. അപ്പോൾ പിന്നെ ഈ ഓറഞ്ച് ബോർഡ് നമുക്കായിരിക്കും ആവശ്യമുള്ള അല്ല, മുന്നിൽ ഓൾറെഡി ബോർഡുള്ള സ്ഥിതിക്ക്. പക്ഷെ നമുക്കിത് ഒന്ന് പുറത്ത് ഒന്ന് വെക്കാം, കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു സേഫ്റ്റിക്ക്. യെസ്, നമ്മൾക്കപ്പോൾ ചെക്ക് ഇൻ ചെയ്തപ്പോൾ കിട്ടുന്ന ഒരു കാർഡാണിത്. ഇതാണ് ഒരു ബാക്ക് മറ്റേ ഇതാണ്, ബ്ലാങ്കാണ്. ഇതിലാണ് നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മൾ പോകുന്ന ഫെറിയുടെ നമ്മുടെ TT ലൈൻസ്, ആംഗ്ലർ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിൻ്റെ ബർത്തില്ലേ, ഏത് ബർത്തിലാണ് മറ്റേ ഫെറി ഹാങ് ചെയ്തേക്കണേ അതാണ് 7. പിന്നെ ലൈൻ 1, 2, അതായത് ഒരുപാട് ലൈനുകൾ ഉണ്ടാവും. ഇതിൽ 1ാമത്തേലോ 2ാമത്തേലോ വേണം നമ്മൾ പോയിട്ട് കിടക്കാനായിട്ട്. പിന്നെ ക്യാബിൻ 9407 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് എന്താ പറയുക, ബെർത്തിൻ്റെ നമുക്ക് റൂമുണ്ട്, ആ റൂമിൻ്റെ ഇതാണ്. പിന്നെ ഇത് നമുക്ക് ഇത് NH 120 പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല.
പിന്നെ മറ്റേത് ഫെറിയുടെ ഡേറ്റും ടൈമുമാണ് എഴുതിയിരിക്കുന്നത് 22. അപ്പോൾ രാത്രി 10 മണിക്കാണ് ഫെറി, 9:30 അതാണ് ഇതിൽ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്നത്. കാർഡ് എല്ലാ കാര്യങ്ങളും ഇതിൽ ഉണ്ട്. റൂമിൻ്റെ ആക്സസ് കാർഡും ഈ കാർഡ് തന്നെ ഉണ്ടോ. ഇത് റൂമിലേക്ക് കയറുന്നത് ഈ ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ് കയറുക. ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫെറിയിലേക്ക് കയറാനുള്ള നമ്മുടെ ഗേറ്റുകളും തുറക്കുക. എല്ലാം ഇതാണ്. പിന്നെ ADRൻ്റെ ബോർഡുകളും കാര്യങ്ങളും എല്ലാം സെറ്റാണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫെറി കയറാനായിട്ട് ഭക്ഷണം കഴിക്കണം. ഈ ഫെറിയുടെ അകത്ത് ഭക്ഷണം കിട്ടില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് റെഡി ആയിട്ട് വേണം ഫെറിയുടെ അകത്ത് കയറാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വേണം റൂമിൽ പോകാൻ. കാരണം അതിൻ്റെ ഇടയിൽ പിന്നെ വണ്ടിയിൽ വരാനൊന്നും പറ്റില്ല, ഡോറുകളൊക്കെ ലോക്കാവും. അപ്പോൾ ഫെറി കയറാനായിട്ട് മുന്നേ നമ്മൾ ഭക്ഷണത്തിൻ്റെ പരിപാടിയൊക്കെ തീർക്കുകയാണ്. ഇത് കഴിച്ചിട്ട് കയറിയിൽ വെച്ച് കഴിഞ്ഞാൽ ഫെറിയുടെ അകത്ത് കയറി വിശന്ന് കഴിഞ്ഞാൽ ഒരു മാർഗ്ഗമില്ല. അതിനകത്ത് നിന്ന് കിട്ടുന്ന ഭക്ഷണം മേടിക്കണമെങ്കിൽ ഒടുക്കത്തെ കാശായിരിക്കും. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് പോവാം. അപ്പം നമ്മൾ ഫെറിയിൽ റൂമിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് എടുത്തേക്കണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയിലേക്ക് വരാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകണം. അപ്പോൾ എനിക്ക് കുടിക്കാനുള്ള വെള്ളം, പിന്നെ സേഫ്റ്റിക്ക് ഒരു ബിസ്ക്കറ്റ്. ഞാൻ ഓൾറെഡി ഭക്ഷണം കഴിച്ചാണ്. പാർലേജ് കണ്ടോ, നാട്ടിലത്തെ ബിസ്ക്കറ്റാണ്, ഇവിടുന്ന് ഒരു ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ്. പിന്നെ നമ്മുടെ പേസ്റ്റും ബ്രഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയും, പിന്നെ അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ ഇടാനുള്ള ഡ്രസ്സും. കാരണം എന്താ വെച്ചാൽ ഫെറി കയറിയിട്ടാണ് കുളിക്കാൻ. ഞാൻ ഇന്നും കുളിച്ചില്ല, ഇന്നലെയും കുളിച്ചില്ല, മിനിഞ്ഞാന്ന് രാത്രി കുളിച്ച. അപ്പോൾ ഫെറി കയറിയിട്ടൊന്ന് കുളിക്കണം, മേത്തൊക്കെ പൊടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുളിയും പരിപാടിയൊക്കെ ഉണ്ട്. അത് പിന്നെ നമ്മുടെ ഫോണ്, ചാർജറിൻ്റെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അതും, പാസ്പോർട്ടും DRC ഒക്കെ എടുത്ത് കയ്യിൽ വെക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ റൂമിൽ പോകുമ്പോൾ കൊണ്ടുപോകും. കാരണം നമുക്ക് പിന്നെ വണ്ടിയിലേക്ക് തിരിച്ചു വരാനൊന്നും പറ്റില്ല. അപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകണമെന്നാണ് നല്ലത്. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ഏകദേശം 3 മണിക്കൂർ 26 മിനിറ്റ്, 3.5 മണിക്കൂറായി. അപ്പം ഇനി നമുക്ക് പോവുക. സമയം 9:35 10 മണിക്കാണ് ഫെറി ടൈം പറഞ്ഞേക്കണത്. അപ്പോൾ 9:35 ആകുമ്പോൾ തന്നെ നമ്മളെടുത്ത് നമുക്ക് പോവാം. ഓക്കെ, നമ്മളിനി പോയിട്ട് നമുക്ക് നേരെ ചെക്ക് ഇൻ പോയിന്റിൽ, ചെക്ക് ഇൻ പോയിന്റ് അല്ല, നമുക്ക് എൻട്രൻസിൽ പോയിട്ട് നേരെ ഉള്ളിലേക്ക് കയറി പോവാം. TT ലൈൻസിൻ്റെ ഫെറിയുടെ നമുക്ക് ഓൾറെഡി കാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ലൈൻ C ഇതായിട്ട് പോകും. നേരെ കാണുന്നത് തന്നെയാണ് നമ്മൾ ഫെറി. നമുക്കതിൽ ലൈനിൻ്റെ നമ്പറൊന്നും പ്രത്യേകിച്ച് തന്നിട്ടില്ല. അപ്പം ഇതിൽ കയറാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിലാണ് കയറിപ്പോയത്. ഓക്കെ, ഗേറ്റ് ഓപ്പണായി. ഇനി നമുക്ക് ആംഗ്ലർ 7-ലേക്കാണ് നമുക്ക് പിടിക്കേണ്ടത്. സെവൻ സ്റ്റെല്ല ലൈൻസ് 6, 7, 8 അതൊക്കെ അവിടെ പുറത്തൊഴുകി. കാണിക്കുന്നുണ്ട്. നമുക്ക് 7 കൺട്രോൾ ഏരിയ 7. ഇത് തന്നെ വഴി. കുറേ വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്നില്ല, ഏത് വഴിയാണെന്നൊന്നൊരു പിടുത്തില്ല. ഇത് തന്നെ ഫെറി, ഇതേ കാണുന്നു TT ലൈൻസ്. നമുക്ക് പോകാനുള്ള ഗ്രീൻ ഷിപ്പ്, അതാണ് നമ്മുടെ പോകാനുള്ള ഫെറി. ഗേറ്റ് 7-ാം നമ്പർ. നമ്മളിങ്ങനെ കറക്റ്റ് സ്ഥലത്തെത്തിയിരിക്കുന്നു. എന്താണെന്നറിയില്ല, മറവി ഇച്ചിരി കൂടിയ പോലെ ഉണ്ട് ഇപ്പോൾ ഈ ഇടയായിട്ട്. 7-ാം നമ്പറിലേക്ക് പോയിട്ട് ഇവിടെയും ഈ കാർഡ് വേണം സ്കാൻ ചെയ്യാനായിട്ട്. ഓപ്പൺ. ഈ നേരെ കാണാനുണ്ട് നമ്മുടെ ഫെറി, വലിയ ഫെറി. എന്താ
കപ്പൽ എന്ന് പറയുന്ന സാധനം തന്നെ തോന്നുന്നുണ്ട്. 1, 2 ആണ് നമ്മുടെ ലൈൻ നമ്പർ കൊടുത്തേക്കണത്. അപ്പോൾ 1, 2 ഇതിലേതെങ്കിലും ഒരു ലൈനിൽ വേണം നമുക്ക് പോകാനായിട്ട്. ഒരു പണിയാം, ഈ 2-ൽ അങ്ങോട്ട് പോവാം. 1, 2 എന്നല്ലേ പറഞ്ഞു. നമ്മുടെ വണ്ടി മിക്കവാറും അവസാനമേ കയറ്റുള്ളൂ കേട്ടോ. നമ്മുടെ മിക്കവാറും അവസാനമാണ് നമ്മുടെ ഇത് കയറ്റാൻ സാധ്യതയുള്ളൂ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ADR മറ്റേ ADRൻ്റെ വണ്ടികൾ ലാസ്റ്റ് ആയിട്ട് കയറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നോക്കാം, നമുക്ക് വിളിക്കുമെന്നുള്ളത്. അപ്പുറത്തെ സൈഡിൽ ഫ്രീഗോ വണ്ടികളാണ് പിന്നുള്ളത്. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. അവർ വന്ന് വിളിക്കും വരെ നമുക്ക് കയറി പോകാൻ പറ്റില്ല. അവരൊന്ന് വിളിച്ച് ഓക്കെ പറഞ്ഞാലാണ് നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. നമ്മളെ അടുത്ത് അപ്പോൾ ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞു. നമുക്ക് എന്താ പറയുക, ടോപ്പ് ഫ്ലോറിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്ത് പോകുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. കാരണം അതാണോ ഈ ഷണ്ടിങ് വണ്ടികൾ, ട്രെയിലർ എടുത്ത് റിട്ടേൺ വയ്ക്കുന്ന വണ്ടികളെ എങ്ങനെയാ വലിയ ചീറി പാഞ്ഞായിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് പോകണം. നമുക്ക് മിക്കവാറും മറ്റാൾ പറഞ്ഞാൽ ചുരം കയറണ പോലെ കയറാനൊക്കെ ഉണ്ടാവും. മുകളിൽ 2 ഡക്ക് മുകളിലേക്ക് കയറി 3-ാം നിലയുടെ മുകളിലേക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് ചെയ്ത് കയറേണ്ടി വരും. കഴിഞ്ഞ ട്രിപ്പ് ഞാൻ അങ്ങനെ കയറിയത്. എന്തായാലും നോക്കി നോക്കാം എന്താവും എന്നുള്ളത്. ഇപ്രാവശ്യം ഇവർ ഇങ്ങനെ ഇട്ടങ്ങനെടാ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ മുകളിൽ വണ്ടി കിടക്കണുണ്ടോ, ആ മുകളിൽ വണ്ടി കിടക്കുന്ന സ്ഥലത്താണ് ഞാൻ വണ്ടി ഇട്ടത്. കഴിഞ്ഞ കൊല്ലം എന്ന് പറയണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു 3-4 ദിവസം മുന്നേ ഈ സെയിം ഫെറിയിൽ തന്നെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ എനിക്ക് തോന്നണം ഈ നിലയിൽ തന്നെ ആയിരിക്കും മിക്കവാറും കിട്ടണേ. ADR അങ്ങനെ മുകളിലേക്ക് വിടാൻ സാധ്യത കുറവാണ്, അറിയില്ല. പിന്നെ ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞാണ്, നമ്മുടെ ഈ ഫ്രീഗോ വണ്ടിയുടെ മറ്റേ പാലറ്റ് ബോക്സ് ഉണ്ടോ, ചില സമയത്ത് ഈ ഫ്രീഗോയുടെ പാലറ്റ് ബോക്സ് ഇതുമ്പോൾ ജാം ആവാറുണ്ടെന്ന് അവർ പറയാറുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരണവരുണ്ടെങ്കിൽ ഒന്ന് അത് ശ്രദ്ധിച്ചോളോ എന്ന് പറയാം. കാരണം പാലറ്റ് ബോക്സ് തട്ടി ലോഡായിട്ട് ഡാമേജ് പറ്റി കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമുക്ക് ഇവിടെ നിർത്തിയാൽ മതി. അപ്പോൾ സബാഷ് ഇവിടെ ഇട്ടാണോ മുകളിലേക്ക് വിളിക്കണം. ഞാൻ വിചാരിച്ചു ഇവിടെ ഇടാനാവാൻ പറഞ്ഞത്. അതുണ്ടോ ഇവിടെയാണ് പാലറ്റ് ബോക്സ് ഇടിക്കണ സ്ഥലം. അപ്പം ഞാൻ ചാടിയത്. സബാഷ് അവർ കാണിച്ചു തരുന്ന ഡയറക്ഷൻ, ആ ഡയറക്ഷൻ നോക്കിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. താങ്ക് യു. അതൊക്കെ അല്ല, കുറച്ചുകൂടി മുന്നാണ് ഈ മുന്നിൽ. കാരണം ഇത്തിരി അക്രമമായിട്ട് നിനക്ക് തന്നെ തോന്നുന്നില്ലേ? ഒരാൾക്ക് കിടക്കാനുള്ള വഴി പോലും ഇല്ലേ ഇതിൽ. എന്തായാലും വേണ്ടില്ല, അത് മതി. അങ്ങനെ നമ്മൾ ഓക്കെ. നമ്മൾ ഫെറിയിൽ പിന്നെ കയറി നോക്കുമ്പോൾ എപ്പോഴും വീണ്ടും നോക്കണം കേട്ടോ. ഇത് റെസ്റ്റ് ആയില്ലേ എന്നുള്ളത് ഉറപ്പായിട്ട് നോക്കണം. ഫെറി മോഡ് കട്ടായിട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. 4 മണിക്കൂർ 1 മിനിറ്റ്. 4 മണിക്കൂർ 1 മിനിറ്റ്. ഓക്കെ, അപ്പോൾ വീണ്ടും റെസ്റ്റ് ഇതിൽ സ്റ്റാർട്ട് ആയിക്കോളും. അപ്പോൾ എല്ലാം സെറ്റാണ്. നമ്മൾ ലഗേജ് എടുക്കുക, മോളിൽ പോവുക. ഇതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഇനിയിപ്പോൾ വണ്ടിയുടെ ഇരിക്കാൻ പറ്റില്ല, ഇപ്പം തന്നെ വന്നിട്ട് ഒരു തട്ടി വിളിക്കും. കണ്ടോ, വണ്ടികൾ തമ്മിൽ 1 ഇഞ്ച് ഗ്യാപ്പില്ലാത്ത രീതിയിലാണ് ഫുള്ള് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ. ഒത്തിരി വണ്ടിയുണ്ട്. എത്ര വണ്ടിയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു അറിവില്ല. ഇത് നമ്മുടെ റെഫ്രിജറേറ്റർ ട്രെയിലറുകളില്ലേ, ഫ്രീഗോ വണ്ടികളിലേക്ക് കണക്ഷൻ കൊടുക്കാനുള്ള ഇത് കണ്ടോ. ഡീസൽ ഉപയോഗിച്ചിട്ടുള്ളത് വയ്ക്കുന്നതിന് പകരം നമ്മുടെ ഇലക്ട്രിക് കണക്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കും ഫെറിയിൽ. നമ്മുടെ വണ്ടിയിൽ കിടക്കണം. നമുക്കത് മുകളിലേക്ക് പോവാം.
പിന്നെ നമുക്ക് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഓപ്പൺ ആവും. നമുക്ക് മുകളിലേക്ക് സ്റ്റെപ്പ് വഴി പോകണം. റൂം കണ്ടുപിടിക്കണം ആദ്യം, അതാണ് ആദ്യത്തെ ചടങ്ങ്. എന്നിട്ട് ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് ഒന്ന് പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഞാനും സത്യം പറഞ്ഞാൽ ഈ ഫെറിയുടെ പുറത്തൊന്നും ഇറങ്ങി നടന്നിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് റെസ്റ്റോറൻറ്റ് ഏരിയ ഒക്കെ കണ്ടു, മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ എന്താ സെറ്റപ്പ് എന്ന് നോക്കണം. എന്തായാലും റൂമിലൊക്കെ പോയി നോക്കട്ടെ ആദ്യം. ഇതാണ് ഫെറിയുടെ മൊത്തത്തിലുള്ള ഒരു സംഭവം. മൊത്തം എത്ര ടോപ്പായിരുന്നു കാണിക്കണേ. ഇതാണ് റൂമുകളുടെ ക്യാബിൻസാണ് ഈ സൈഡുകളിലൊക്കെ കാണുന്നത്. നമ്മുടെ എവിടെയാണെന്നുള്ളത് നമ്മൾ തപ്പി കണ്ടുപിടിക്കണം. 92-22 ആയിട്ടുള്ളൂ. നമുക്ക് 94-07 എത്തണം. എവിടെയാണ് കിടക്കട്ടെന്ന് തമ്പുരാൻ അറിയാം. എന്തായാലും കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കയറിയപ്പോൾ കിട്ടിയ റൂമാണ് ഈ 94-11. ഇതിൻ്റെ ഡോറിൻ്റെ കീ കാർഡ് ഉള്ളിൽ വെച്ചിട്ട് പുറത്തിറങ്ങി ഞാൻ പണി മേടിച്ചത്. അതുകൊണ്ട് നമ്പർ മറക്കൂല. 94-07. 94-07 ഇതന്നല്ലേ? ഇത് തന്നെ. ഇതാണ് നമ്മുടെ റൂം. ടി വി കോണൊക്കെ ഇടുന്നത്. ഹീറ്റർ ഒടുക്കത്തെ ഹീറ്ററാണ് ഇട്ട് വെച്ചത്. ആരാണ് ഈ ഹീറ്റർ ഇങ്ങനെ ഇട്ട് വെച്ചത്? റെഡിലിട്ട് വെച്ചിട്ടുണ്ടാവും മുഴുവൻ. മരിച്ചൂടാ. ഇതേ നമ്മുടെ ഫെറി കാണണോടാ. ഫെറി പോർട്ട് ക്യാമറ വിഷ്വൽ കാണണോ? ഫെറി പോർട്ടിൻ്റെ നമ്മളിത് ഇവിടെയാണ് കിടന്നിരുന്നത്. ഇവിടെ നിന്നാണ് നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് ഇതിനകത്ത് കയറിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തം റൂമിൻ്റെ ഒരു ഉൾവശം. പുറത്തത് കറക്റ്റായിട്ടാണ് കാണിച്ചു തരാം. ഒരു കണ്ണാടി പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ബെഡ്, ടി വി, പിന്നെ ഒരു ബെഡും കൂടി ഇവിടെ ഉണ്ട്. ഇത് ഓപ്പണല്ല, അത് ഡബിൾ ഡ്രൈവർ പോകുമ്പോഴാണ് രണ്ടെണ്ണം കിട്ടുന്നത്. പിന്നെ ടോയ്ലറ്റ് സെറ്റ് മോഡല്. ഷവറുണ്ട്, ടോയ്ലറ്റ്, വാഷ് ബേസിൻ. ടർക്കി വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ യൂസ് ചെയ്യാറില്ല പുറത്തെ ടർക്കികൾ. അപ്പോൾ ഏകദേശം ഓക്കെ ഉണ്ട്. നമുക്കിനി ആദ്യം കുളിക്കണ പരിപാടിയാണ്. ഫസ്റ്റ് കുളിക്കണം, അതാണ് മെയിൻ. ഇത് നമ്മുടെ ഫെറിയിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ റെസ്റ്റോറൻ്റ് എല്ലാം ക്ലോസ്ഡാണ്, ഒന്നും തുറന്നിട്ടില്ല. ഞാൻ റെസ്റ്റോറൻറ്റ് തപ്പി വന്നതാണ്, പക്ഷേ റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡാണ്. പിള്ളേർക്കുള്ള ഗെയിമിങ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ റെസ്റ്റോറൻ്റാണ്, ഇതൊക്കെ ക്ലോസ് ആയിപ്പോയി. നമ്മൾ ഇപ്പോൾ ഫെറിയുടെ ഏറ്റവും ടോപ്പിലെ ഫ്ലോറിലായിട്ടുള്ളത്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഈ കിടക്കണത് ഫിൻലാൻഡിൽ പോകണ ഫെറിയാണ്. ഫിൻലേഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ഫെറിയാണ് അവിടെ കിടക്കുന്നത് കേട്ടോ. ഒരെണ്ണം ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാണുമെന്നറിയില്ല. അത് അത്ര വലുതല്ല, അതൊരു ചെറിയൊരു സെറ്റപ്പാണ്. അത് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് കാഴ്ചകൾ. എത്ര ട്രailer അതിനുള്ളിലുണ്ട്, എത്ര ഏരിയ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും വൈൽഡായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഫെറിയുടെ അകത്തുനിന്നുള്ള കാഴ്ചയാണത്. ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ തന്നെയാണെന്ന് തോന്നുന്നു ആ ക്യാമറയിൽ നമ്മുടെ റൂമിൽ കണ്ടത്. പിന്നെ ആണല്ലേ കാഴ്ചകളൊക്കെ കണ്ട്, രാത്രി കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കാനുള്ള സെറ്റപ്പ്, ചെറിയൊരു ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ ഉണ്ട്. മുകളിലേക്കൊന്നും നമുക്ക് പ്രവേശനം ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. സാധാരണ ഇവിടെ ക്രോസ് വയ്ക്കാറുണ്ട്, അപ്പോൾ കയറാൻ പറ്റുന്നുണ്ടാവും. ക്രോസ് ഒന്നും വെച്ചിട്ടില്ല. ഇതാണ് മൊത്തത്തിൽ ഇതിനകത്തൊരു ഇത്. റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇനി ഇത് ഇല്ലാത്തതുകൊണ്ടാണ്, രാത്രി ഇല്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. നമുക്ക് പിന്നെ ഫുഡ് ഇല്ലാത്തതുകൊണ്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കണില്ല. തുറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിക്കായിരുന്നു എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അവിടെ ഓപ്പൺ അല്ല, ക്ലോസ്ഡാണ്. ഞാൻ പോയി നോക്കിയായിരുന്നു. ഫെറിയുടെ നമ്മൾ കയറി വന്ന സൈഡ് ഈ സൈഡാണ്. ഈ സൈഡിൽ നിന്നാണ് നമ്മൾ കയറി വന്നത്. എന്തൊക്കെയാണ് കുറേ മാർക്കിങ്ങൊക്കെ കാണുന്നുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് തമ്പുരാൻ അറിയാം. ഈ പുകക്കുഴ കിടക്കുന്നത്. ഇത് പക്ഷേ ഹൈബ്രിഡ് ഫെറി നല്ലതെന്ന് തോന്നുന്നു കേട്ടോ, മറ്റേ സ്കാലൈൻസിൻ്റെ പോലെ. ഇനി നമ്മുടെ അറിവ് കുറവാണെന്ന് അറിയില്ല, പക്ഷേ ഇതിലെവിടെ ഹൈബ്രിഡ് ഫെറി എന്നൊന്നും എഴുതി വെച്ചാൽ കാണാനില്ല. ഈ ട്രെയിലറുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടിട്ട് ഷണ്ടിങ് വണ്ടി വന്നിട്ട് ഉള്ളിലേക്ക് ഡ്രോപ്പ് ചെയ്ത് പോകും. എം ടി ആയിട്ട് വന്നിട്ടുള്ളതൊക്കെ തിരിച്ച് പുറത്തേക്ക് ഇറക്കിയിടും. അങ്ങനെ ചെയ്യണതാട്ടോ. അതാണ് ഈ ട്രെയിലറുകൾ മാത്രം അവിടെ കിടക്കണം കേട്ടോ, കുറേണ്ണം. ഇത് ഇനിയിപ്പോൾ അവിടെ നിന്ന് പുറത്തുനിന്നുള്ള വണ്ടികൾ വന്നിട്ട് ഹുക്ക് ചെയ്തിട്ട് വണ്ടിയിലേക്ക് എടുത്ത് കൊണ്ടുപോകാം. അതാണ് സെറ്റപ്പ്.
ഫെറി ഇത്താൻ നേരമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട ഫെറി തന്നെയാണ് നീങ്ങി തുടങ്ങിയിട്ടുള്ളൂ. വലിയ തിക്കുന്നേരക്കൊന്നുമില്ല, ഒരു മീഡിയം ഒരു സെറ്റപ്പ് സ്പീഡുള്ളൂ. ഈ ഫെറി ഈ പോർട്ടിൻ്റെ ഏരിയ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു സ്പീഡിൽ പോകണം. എന്തായാലും നോക്കാം. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ല നേരത്തെ ഷണ്ടിങ് വണ്ടികൾ വലിച്ചുകൊണ്ട് പോകണമെന്ന് കണ്ട, ട്രെയിലർ വലിച്ചുകൊണ്ട് പോകണം. ഇതാണ് ആ വലിച്ചുകൊണ്ട് പോകണത്. ഇനി അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തിടും അല്ലെങ്കിൽ ഫെറിയുടെ അകത്ത് കയറ്റിയിടും. അതാണ് അവരുടെ പരിപാടി. ഭയങ്കര സ്പീഡിലാണ്ടാ മാനോറിങ് ഒക്കെ റിവേഴ്സിങ് ഒക്കെ പറഞ്ഞിട്ടാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്പീഡിലാണ് അവർ റിവേഴ്സൊക്കെ വയ്ക്കുക. നമ്മൾ കണ്ണുടച്ചിറങ്ങുന്ന നേരം കൊണ്ടൊക്കെ ടൈറ്റ് സ്പോട്ടിലേക്ക് വിടും. പിന്നെ എന്താ വെച്ചാൽ കാരണം വെച്ചാൽ അവരുടെ ക്യാബിൻ അത്ര ചെറുതും എല്ലാ സൈഡിൽ നിന്നും വിഷ്വലുള്ള കാരണം അവർക്ക് റിവേഴ്സ് വയ്ക്കുമ്പോൾ വലിയ ടെൻഷൻ അടിക്കില്ല. നമ്മുടെ പോലെ കണ്ണാടിയുടെ മാത്രമല്ല, അവർക്ക് തലയിരിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാം ബുക്കും മൂലയും കാണാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് അവർക്ക്. അത് അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് റിവേഴ്സ് വയ്ക്കാൻ അവരെ സംബന്ധിച്ച് വലിയ ടെൻഷനില്ല നമ്മുടെ അത്ര. ഇവിടുത്തെ ഓരോ ഏരിയയ്ക്കും അവരോരോ പേരിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലേ ഗ്രൗണ്ടിനും സൺഡെക്ക്, നിരാസ് ലോഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുകളിട്ട് വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തിനായിട്ട്. നമ്മളിപ്പോൾ പോയിട്ട് വന്നത് ഈ സൺഡെക്ക് ലോഞ്ചിലാണ് പോയിട്ട് വന്നത്. സമയം 10:23 സ്റ്റിൽ ഇവിടെ തന്നെയാണ്. വണ്ടി ഇവിടുന്ന് നീങ്ങിയിട്ടില്ല, ഫെറി ഇവിടുന്ന് നീങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് പോകുമ്പോൾ പോട്ടെ, ഞാൻ പോയിട്ട് ഒരു കുളി പാസ്സാക്കട്ടെ. കുളിച്ചിട്ട് പതുക്കെ കിടക്കാനുള്ള പരിപാടി നോക്കാം. രാവിലെ 7 മണിക്ക് അവിടെ എത്തുന്ന പറയണേ, പക്ഷേ 7 മണി 7:30 ആ സമയമൊക്കെ ആവും നമ്മൾ പുറത്തിറങ്ങി പോകുമ്പോൾ. എന്തായാലും നോക്കട്ടെ, TV ഓണൊക്കെ ഇട്ടിട്ടുണ്ട്, നീങ്ങുമ്പോൾ പറയാം. 10 മണിക്ക് എടുക്കും, 9:30 എടുക്കണ ഫെറിയാണ്. 10 മണിക്ക് എടുക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എടുത്തപ്പോൾ സമയം 12:10. ഫെറി ഒന്ന് നീങ്ങി തുടങ്ങിയപ്പോൾ ജസ്റ്റ് പോർട്ടിൽ നിന്ന് നീങ്ങി തുടങ്ങിയിട്ടുള്ളൂടാ. ഇനി ഇത് എത്തുമ്പോൾ എത്ര മണിക്ക് എത്തുന്നത് നോക്കാം, കണ്ടന്റ് അറിയണം. സമയം ഏകദേശം 6:47. 100-100 ഇന്നലെ പെടാൻ തോന്നുന്നുണ്ട്. ഫെറി പോർട്ട് എത്തിയിടാം, ക്യാമറയിൽ കാണാൻ പറ്റും. ഇത് ഷിപ്പിൻ്റെ ഫ്രണ്ടിലെ ക്യാമറയാണ്. അത് പോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് ഇറങ്ങിപ്പോയാൽ എങ്ങനെ പോയാലും ഇനി 1 മണിക്കൂർ എടുക്കും. പക്ഷേ സംഭവം ഓൺ ടൈം തന്നെ ഇവിടെ എത്തി. 2 മണിക്കൂർ ലൈറ്റായി എടുത്താലും. കടലിൽ പിന്നെ RTO ഒന്നും മേടിക്കാനില്ലല്ലോ, അപ്പോൾ വെട്ടേയിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടാണ്. വണ്ടി കിടക്കണം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഫെറി കിട്ടിയപ്പോൾ ആ ഡോക്ക് പുറത്തായിരുന്നു കിട്ടിയത്, വണ്ടി പാർക്കിങ്. നല്ല സുഖമായിരുന്നു. അപ്പം ഇത് ഉള്ളിലായ കാരണം ഒന്നും കാണാനില്ല രാത്രി. നമ്മൾ ഫെറി മോഡ് കെൻഡടിച്ചു, ഫെറിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് ട്രാക്ക് റൈറ്റ് മാറിയിട്ട് വേണം പോകാനായിട്ട്. കാരണം അവിടെ യൂട്ടേൺ അടിക്കുന്ന പോലെ വണ്ടി തിരിക്കണം. കാരണം നമ്മൾ 3ാമത്തെ നിലയിലുള്ളത് ഫെറികൾ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ ആ കയറി വഴിക്ക് തന്നെ ഇറങ്ങണം. അപ്പോൾ ഇവിടെ അതിൻ്റെ ഉള്ളിലത്ത് യൂട്ടേൺ അടിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്, കാരണം അത്രയധികം വണ്ടികളുണ്ട് ഇതിനകത്ത്. പക്ഷെ ഇന്നലെ ലൈറ്റായി എന്ന് വിചാരിച്ചാലും ഞാൻ വിചാരിച്ചു ഇന്നും ഇവിടെ എത്തുമ്പോൾ ലൈറ്റ് ആവുന്നു. പക്ഷെ ഇല്ല, നമുക്ക് കറക്റ്റായിട്ടുള്ള സമയത്ത് തന്നെ ഇവിടെ എത്തി. 7 മണിക്ക് ഇവിടെ ഹാങ് ആവുമെന്ന് പറഞ്ഞിട്ട് അതിന് മുന്നേ തന്നെ ഹാങ് 7:25 ആകുമ്പോഴേക്ക് ഇറക്കി. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അവിടുന്ന് 9:30 പറഞ്ഞിട്ട് 9:40 എടുത്ത ഫെറി ഇവിടെ എത്തിയപ്പോൾ തന്നെ എത്ര 8 മണി കഴിഞ്ഞു ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ ഇതിനകത്തുനിന്ന്. അത്രയും തിരക്കുമായിരുന്നു, ഇതായിരുന്നു. ഇപ്പോൾ ഇതെന്താന്ന് ചിലപ്പോൾ കടലൊക്കെ നല്ല ശാന്തമായിട്ട് കിടക്കായിരിക്കും, അതുകൊണ്ടായിരിക്കാം. എന്തായാലും നേരത്തെ ഇറങ്ങി കിട്ടി ഇതിനകത്തുനിന്ന്. വണ്ടികൾ ഇങ്ങനെ വട്ടം കറക്കിയിട്ട് ഈ കറക്കട ഭാഗത്ത് മാത്രം പെയിന്റ് ഇല്ല, ടയർ പിടിച്ചിട്ട്. GPS എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്. പവർ കറക്റ്റായിട്ട് കിട്ടണില്ല തോന്നുന്നുണ്ട്. USB കേബിളൊന്ന് മാറ്റി നോക്കണം.
ഇത് കഴിയുമ്പോൾ താഴത്തേക്ക് ഇറങ്ങി പോവുമായിരിക്കും. വേറൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ടെമ്പറേച്ചർ 6 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ഉള്ളതാണോ എന്നുള്ളത് അമ്പരാൻ അറിയുന്നത്. പുറത്തിറങ്ങുമ്പോൾ മാറുമോ എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ ഇതിനകത്ത് ടെമ്പറേച്ചർ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. പക്ഷെ 6 ഡിഗ്രി ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയ്ക്ക് തോന്നുന്നില്ല. 6 ഡിഗ്രി ഒന്നും ഉണ്ടാവും. നോക്കാം എന്തായാലും പുറത്തിറങ്ങിയിട്ട്. പുറത്തിറങ്ങി പോകുന്നിടത്തുള്ള തിരക്കാണ് ഇവിടുന്ന് ഇറങ്ങി ഈ ഫെറിയുടെ അകത്തുനിന്ന് ഇറങ്ങാനുള്ള കാണിക്കണേ. ഇതും അത്യാവശ്യം വലിയ പോർട്ടാണ് കേട്ടോ. അത്യാവശ്യം ഒരുപാട് വണ്ടികൾ ഫെറികൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോർട്ട് തന്നെയാണ്. അതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും വണ്ടികളുടെ. പക്ഷെ ഇത് കുറേ ഏരിയ ഉണ്ട്. തിരക്കിനനുസരിച്ചിട്ടുള്ള വൈൽഡായിട്ടുള്ള ഏരിയയും കൂടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇറക്കത്തെ സ്ലോ കൂടെ അങ്ങനെ സ്ലിപ്പർ വല്ല നനവൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചവിട്ടി നിൽക്കില്ല, ഇറങ്ങിപ്പോവും. ഈ വേറൊരു ഫെറിയിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഐസിൽ വണ്ടി ചവിട്ടിയപ്പോൾ നിരങ്ങിപ്പോയി. ഭാഗ്യത്തിന് അപകടമൊന്നും പറ്റിയില്ല. പക്ഷെ നല്ല ടെൻഷനായി ഞാൻ. ഒരു സെക്കൻഡ് നേരം ഒന്ന് പകച്ചു പോയി. നമ്മൾ ബ്രേക്ക് കിട്ടുമ്പോൾ നിൽക്കുന്നുണ്ട് വിശ്വാസമേണല്ലോ. അപ്പോൾ ഇതുകൊണ്ട് പോണേ. നമ്മൾ നേരെ കാണുന്ന വഴിയിലാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയത് കേട്ടോ. നമ്മൾ ഇറങ്ങി പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് ഇറങ്ങി പോണത്. അയ്യോ, പുറത്ത് വേറൊരു കലക്കം ഫെറി നിൽക്കണ്ടല്ലോ. ഏതിൻ്റെ ഫെറിയാണെന്നൊന്നും അറിയില്ല. ഒന്നും എഴുതിയിട്ട് ഇല്ലല്ലോ. എവിടെ പോണ ഫെറിയാണെന്നൊന്നും അറിയില്ല. എന്തായാലും നല്ല അടിപൊളി ഫെറിയാണ്. ഇതിൻ്റെ ഈ നമ്മൾ വന്ന TT ലൈൻസ്, ഇതാണ് നമ്മൾ വന്ന TT ലൈൻസ് ഫെറി. അതിൻ്റെ അതേ വലിപ്പമുള്ളൊരു ഫെറിയാണ് ഇപ്പുറത്തും കാണുന്നത്. ഗ്ലാസ് ഒത്തിരി ഇതായിട്ട് നല്ല മഞ്ഞൊക്കെയാണല്ലോ. ക്ലൈമറ്റ് എത്ര അങ്ങോട്ട് പോരാട്ടാ. നമുക്ക് ഇനിയിപ്പോൾ പോകുമ്പോൾ ഉള്ളൊരു പരിപാടി എന്ന് പറയണത് എന്താ പറയുക, ഒരു സ്കാനർ ഉണ്ട് പോകുന്ന വഴിയിൽ. മിക്കവാറും അതിനകത്തും കൂടി ഒന്ന് ഇതാക്കേണ്ടി വരും. ഈ ഫെറി പോർട്ടിനകത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഉണ്ടത്. കാരണം ഇവന്മാർ വെട്ടി പോക സർവീസ് ആയിരിക്കും. ഇവിടെ എങ്ങനെ പോകുന്നു നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. എങ്ങടാ പോവുക എങ്ങടാ വരിക എന്നുള്ളതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എപ്പോഴും ഈ വണ്ടികൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഉള്ളിൽ പോകാനായിട്ട്. കാരണം ഇവർക്ക് ഇത്ര സമയത്തിനകത്ത് അതിൻ്റെ ഫെറിയിലത്തെ വണ്ടി സാധനങ്ങളൊക്കെ ട്രെയിലറുകൾ മാത്രമായിട്ട് വന്നിട്ടുണ്ടാവില്ലേ, അതെല്ലാം അൺലോഡ് ചെയ്ത് തരണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പട്ടപ്പെട്ടാന്നിട്ടുള്ള പരിപാടിയായിരിക്കും. പക്ഷെ നമ്മളതും പറഞ്ഞിട്ട് എന്നിട്ട് പറയാം, നമ്മളത് ഇതാക്കിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കാണ് അതിൻ്റെ കേട്. ഇവർക്ക് ഫെറിയുടെ അകത്ത് ഇപ്പോൾ 10 മിനിറ്റ് ബ്ലോക്കായ ഒരു വിഷയമൊന്നും വരില്ല. നമ്മുടെ കാര്യം അതുപോലെ അല്ല. നമ്മൾ ചിലപ്പോൾ പോലീസൊക്കെ വന്ന് നോട്ടീസൊക്കെ എഴുതി വണ്ടിയുടെ ഡാമേജ് വേറെ ഇതൊക്കെ സഹിക്കേണ്ടി വരും. GPS വഴി തെറ്റിന്നൊക്കെ പറയും. അത് നോക്കണ്ട. കാരണം ഇതിനകത്ത് വഴി കാണിക്കില്ല. GPS വഴി കറക്റ്റായിട്ടല്ല കാണിക്കുക. പോർട്ടിൽ നിന്ന് ഇറങ്ങണ വഴി ഇവിടുത്തെ ബോർഡൊക്കെ നോക്കിയിട്ടാണ് ഇറങ്ങിപ്പോണം. ഗൂഗിൾ മാപ്പ് പോലും കറക്റ്റല്ല കാണിക്കണേ. നമ്മളിനി ഇവിടുന്ന് പുറത്തിറങ്ങിയാലാണ് വഴി കാണിക്കുള്ളൂ. ക്ലൈമറ്റ് എന്തായാലും മനുഷ്യരോഗം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാലും. മനുഷ്യരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരോഗമാണ് ക്ലൈമറ്റ്. സേമന്ന് കർട്ടന അൺലോഡ് ചെയ്യുമ്പോൾ കർട്ടന കഴിക്കണം. ബെൽറ്റ് ഇടുന്നുണ്ട്. ബെൽറ്റ് അഴിച്ചിട്ടെടുത്താലും കർട്ടന കഴിക്കാൻ പറ്റുള്ളൂ. സൂപ്പറായി. കസ്റ്റംസ് കേബിളും ഉണ്ട്. സബാഷ്. അതൊന്ന് എന്തായാലും ലോക്കാണ്. എന്തായാലും കുഴപ്പമില്ല. ഇതൊക്കെ ഇതിൻ്റെ ബാക്കി ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വിചാരിച്ചാൽ ചെയ്യാൻ. 6 ടെമ്പറേച്ചർ ഇപ്പം 3.5 ആയിട്ടാണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഓടുമ്പോൾ ശരിയാവും. കുറച്ചും കൂടി നമ്മൾ ഓടുമ്പോൾ ചിലപ്പോൾ വീണ്ടും 1-2 മൈനസിലേക്കൊക്കെ പോകുന്നത്. നമുക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ ഫെറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്ക് ചെയ്യുന്നതിന് വേണമെങ്കിൽ ഇത് എവിടെയാണ് സ്ഥലമുണ്ട്. ഇവിടെ എവിടെയെങ്കിലും വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. നമുക്ക് ഇനി കുറച്ച് നേരം അങ്ങോട്ട് ബ്ലോക്ക് ഉണ്ടാവും. എന്താ വെച്ചാൽ അവിടെ ഒരു സ്കാനർ ഉണ്ട്. ആ സ്കാനർ പാസ്സായി പോകണമെന്നുണ്ടെങ്കിൽ
ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവിടെ നല്ല തിരക്കാകെ 2 ട്രാക്കുകൾ, ഇത്രയും വണ്ടികൾ ഒരുമിച്ച് ഇറങ്ങി ചെല്ലല്ലേ, അതിൻ്റേതായ ഒരു തിരക്ക് ഉണ്ടാവും അവിടെ. ഏതായാലും സ്കാനറിന് അങ്ങോട്ട് എത്താൻ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അടുത്തുണ്ട് സ്കാനറിൻ്റെ അടുത്ത് എത്താനായിട്ട്. അതുവരെയും ഈ ബ്ലോക്കിൽ തന്നെ അഴിഞ്ഞ് പോകണം. അപ്പോൾ നമ്മളിവിടെ സ്വീഡൻ്റെ സ്കാനർ ഉണ്ട് ഇറങ്ങി പോകുമ്പോൾ. അപ്പോൾ ഇവിടെ വെച്ച് സ്കാൻ ചെയ്തിട്ട് ഇവർക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോലീസുണ്ട്, അവർ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് നമ്മളെ വിടുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീർത്തിട്ടാണ് നമ്മളെ വിടുള്ളൂ. അപ്പോൾ 2 ഇതുണ്ട്, എന്താണെന്ന് അറിയില്ല. ഈ ഒരൊറ്റ ലൈനിൽ എല്ലാവരും പോകണമല്ലോ, ആ ലൈൻ ഉപയോഗിക്കാത്ത എന്താണെന്നാവും. എല്ലാവരും ചിലപ്പോൾ ഈ ഒരു ലൈനുള്ളതെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും വേണ്ടില്ല, സ്കാനറിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു വെളിച്ചം കൂടെ ഓണാവും. അപ്പോൾ പിന്നെ നമുക്ക് സ്കാനാവും. പിന്നെ പതുക്കെ ഓടിച്ചു പോകാവൂ എന്നുള്ളത് ഇതിൽ പ്രത്യേകം പറഞ്ഞടാ. ക്യാമറ ഓഫ് ചെയ്യണം, അവിടെ ബോർഡർ പോലീസ് ഉണ്ടാവും. ബോർഡർ പോലീസ് ഇല്ലാടാ, എന്താ പറ്റിയെന്നോ. ഈ ഫെറിയുടെ സമയത്ത് ബോർഡർ പോലീസ് ഇല്ല. സാധാരണ അവിടെ ബോർഡർ പോലീസ് കൂടി ഉണ്ടാവാറുണ്ട്. എന്നിട്ട് പാസ്പോർട്ടും നമ്മുടെ കാർഡൊക്കെയും ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഒന്നും കാണാനായിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഇനിയിപ്പോൾ നമുക്ക് നേരെ ലോഡ് അൺലോഡ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് അങ്ങോട്ട് പോവാണ്. നമ്മൾ ഇനിയിപ്പോൾ അവിടെ വഴിയിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു 38 കിലോമീറ്ററാണ് ഉള്ളൂ ലോഡ് അൺലോഡ് ചെയ്യുന്നിടത്തേക്ക്. 1 മണിക്കൂർ വേണ്ട, 1 മണിക്കൂർ താഴെ ഡ്രൈവിംഗ് ടൈം ഉള്ളൂ. അപ്പോൾ നേരെ ഓടിപ്പോയിടെ അവിടെ പോയി ലോഡൊക്കെ ഇറക്കിയിട്ട് നോക്കാം. ഇന്ന് വീക്കെൻഡ് തുടങ്ങും, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് സാധാരണയായിട്ട് വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എവിടെ വീക്കെൻഡ് ഇടുക എന്നൊക്കെ ഉള്ളത് എന്നിട്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. ഈ ലോഡ് ഇറക്കിയിട്ട് വേണം അടുത്ത പ്ലാൻ റെഡിയാക്കാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഫെറിയിൽ നിന്ന് ഇറങ്ങി പോന്നു. നമ്മൾ പുറത്തുള്ള റോഡിലേക്ക് ഇതിപ്പോൾ കയറും. ഒരു 200 മീറ്റർ 300 മീറ്റർ കഴിയുമ്പോൾ നമ്മൾ പുറത്തുള്ള റോഡിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇത് പാരലായിട്ട് പോകണ ഈ റോഡിലാണ് നമ്മൾ കയറാൻ പോണത്. അപ്പോൾ ഇവിടുന്ന് തന്നെ മാൽമോ എന്ന് പറഞ്ഞ സ്വീഡനിലെ മാൽമോയിലാണ് നമുക്ക് ലോഡ് ഇറക്കാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നമ്മൾ ഫെറിയിൽ കയറണതും എങ്ങനെയാണ് ചെക്ക് ഇൻ ചെയ്യണതും കാര്യങ്ങളുള്ള എല്ലാ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ, നമുക്കത് ചേർക്കാം. പിന്നെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ക്യാമറ ആംഗിൾ കുറേ പേർക്ക് ഈ ആംഗിൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരും മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വ്യൂ തന്നെ ഇടണത്. എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇങ്ങനെ കാണാനാണ്. ഇത് കറക്റ്റ് ഡ്രൈവറുടെ പൊസിഷനിൽ നിന്ന് കാണുമ്പോൾ ഉള്ള ആ ഒരു സുഖം വേറെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഒക്കെ നന്നായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുള്ള കൂട്ടുകാരന്മാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.